ഒരു വീഡിയോ എഡിറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഒരു വെബ് ഡിസൈനർ ആവാം. നമസ്കാരം. സിംപ്ലിഫൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ? പല രീതിയിലുള്ള ചൂഷണങ്ങളുണ്ട്. ഫൈനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, മെൻ്റൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ജെൻഡർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ഇനി ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ അതിന് നമുക്ക് എത്ര വേതനമാണോ കിട്ടേണ്ടത് അതിനെക്കാട്ടിയും താഴ്ത്തി തരുന്ന ഒരു സിറ്റുവേഷനാണ് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണ്. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ടോ, പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ലോജിക്കലായിട്ട് നമ്മളുടെ വർക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ക്രിയേറ്റീവായിട്ടൊരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരു വീഡിയോ എഡിറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഒരു വെബ് ഡിസൈനർ ആവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങളൊന്ന് എഴുതി വയ്ക്കണം. ഒരാഴ്ച നിങ്ങളിപ്പോൾ ഇത്രയും വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് അതിനൊരു വാല്യൂ ഇടണം. നമ്മൾ മേടിക്കുന്ന സാലറിയെക്കാട്ടിലും നമ്മളൊരു 4 ഇരട്ടി വർത്ത് വരുന്ന ഒരു ജോലിയാണ് നമ്മൾ ഓരോ കമ്പനിയിലും എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയെക്കാട്ടിലും 10 ഇരട്ടിയോ 12 ഇരട്ടിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇമോഷണലി അല്ല, പകരം ലോജിക്കലിയാണ് അനലൈസ് ചെയ്യേണ്ടത്. സോ ദ ടിപ്പ് നമ്പർ 1 ഇസ് ലോജിക്കൽ അനാലിസിസ്. നമ്മൾ ആദ്യം നമ്മളെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ വേർത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരു പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ അടുത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു ഹാപ്പി വർക്കിംഗ് എൻവയറൻമെൻറ്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.